ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നൊരു ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസും ഒക്കെ നമുക്ക് വറുത്ത് കോരാം. ആദ്യമായിട്ട് കാഷ്നട്ട് ഇട്ടു, അതൊന്ന് ഗോൾഡൻ കളറായി വന്നപ്പോൾ അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുത്തു. അതും ഒന്ന് ബബിളായി വന്നപ്പോൾ നമുക്കത് കോരി മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ ഒരു സവോള ഞാൻ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരുന്നു, അതുകൂടി ഇട്ട് കൊടുത്തു. അതെല്ലാം ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തു. അതെല്ലാം ഒന്ന് ഗോൾഡൻ കളറായി വന്നപ്പോൾ അത് ഞാൻ കോരി മാറ്റി. അരി ഞാൻ കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഒരു ചരുവത്തിലേക്ക് ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പൂവും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്തു. അതെല്ലാം ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി അതിലേക്ക് ഊറ്റിയെടുത്തിട്ട് ഇട്ട് കൊടുത്തു. ഒട്ടും വെള്ളം പാടില്ല കേട്ടോ, അത് ഊറ്റിയെടുത്തിട്ട് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. ചോറ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഈ ചെമ്മീൻ ഞാൻ ഇട്ട് കൊടുത്തു. ഈ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തു. അതിലെ വെള്ളമെല്ലാം ഇറങ്ങി അതൊന്ന് ഫ്രൈ ആയി വരണം. അത് എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഞാനത് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റി. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവോള ഇട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വരാനായിട്ട് ഇളക്കി കൊടുക്കണം. അതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഈ സവോളയൊന്ന് വഴലാൻ പാകത്തിന് ഇട്ട് കൊടുക്കണം. അതുകൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കണം. അതും ഇട്ട് നന്നായിട്ട് വീണ്ടും അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെയും ഇളക്കി കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് വഴറ്റി നന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. അതെല്ലാം അതിൽ മെൽറ്റായി വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പൊടി ഐറ്റങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം തന്നെ മസാല ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ സവോള വഴറ്റിയത് കൊണ്ടാണ് കളറ് തോന്നിക്കുന്നത്. എന്നിട്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെയും ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാല എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതെല്ലാം ഒന്ന് തിളച്ച് വരുന്നോടനെ അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതും ഇട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയതിന് ശേഷം കുറച്ച് നാരങ്ങ നീര് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് അടച്ച് ഇതൊന്ന് മസാലയെല്ലാം പിടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചെമ്മീനെല്ലാം നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ടതിന് ശേഷം ചോറ് അതിലേക്ക് നിരത്തിയിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയൊന്ന് തൂക്കി കൊടുക്കണം. പാലിൽ കുറച്ച് റോസ് വാട്ടറും മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്തതുണ്ടായിരുന്നു, അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് സവോള ഫ്രൈ ചെയ്തതും കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അടപ്പ് വെച്ച് അതിൻ്റെ മുകളിൽ അടച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ദം ചെയ്തെടുത്തു. എന്നിട്ട് ഇത് തുറന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് സെർവ് ചെയ്തു. നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.